ആത്മീയ ഗുരുവും ശ്രീ മഹേശ്വർ നാഥ് ബാബാജിയുടെ ശിഷ്യനുമായ ശ്രീ എം എഴുതിയ പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായത്തിൻ്റെ അവലോകനമാണ് ഈ വീഡിയോ. ശ്രീ എം ചെറുപ്രായത്തിൽ തന്നെ ആത്മീയ ഉൾവിളികൊണ്ട് ഗുരുവിനെ തേടി ഹിമാലയത്തിലെത്തിച്ചേർന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇതെല്ലാം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിലെ ആശ്രമത്തിൽ കഴിയുന്നു. അദ്ദേഹം നിരവധി പേർക്ക് ആത്മീയ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ആത്മീയ ക്ലാസുകളും നിരവധി സേവാ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായമായ വിദൂരകാലത്തേക്കൊരു യാത്രയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ അധ്യായത്തിൽ ശ്രീ എം അദ്ദേഹത്തിൻ്റെ മുൻജന്മം ഓർത്തെടുക്കുകയാണ്. അതീവ ഹൃദ്യമായ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ കണ്ടുകാണുമെന്ന് കരുതുന്നു. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഈ അധ്യായം എഴുതുമ്പോൾ ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രകോപനാത്മക പ്രതികരണങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. എൻ്റെ വൈചിത്രങ്ങളെയും അസാധാരണ അനുഭവങ്ങളെയും കണക്കിലെടുക്കാതെ എന്നെ സ്നേഹിക്കുന്ന ചില നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന നിഗമനത്തിലെത്തിയേക്കാം. കരുണയും കരുതലുമുള്ളവരായതിനാൽ അവർ ശ്രമിച്ചും നിർബന്ധിച്ചും എന്നെ ഒരു നല്ല മനഃശാസ്ത്രജ്ഞനെ കാണിക്കാനുമിടയുണ്ട്. ചിലർ ഇതെല്ലാം ശുദ്ധ അസംബന്ധമെന്ന് തള്ളിക്കളയാം. മറ്റു ചിലർക്ക് ഇത് മതിഭ്രമമായി തന്നെ തോന്നിയേക്കാം. എന്നാൽ എനിക്ക് എൻ്റെ ഓർമ്മകളുടെ ചുമടിറക്കി വയ്ക്കേണ്ടതുണ്ട്. അതിനാൽ വായിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ സൃഷ്ടിക്കുന്ന സാധാരണ യുക്തിവാദങ്ങളുടെ പരിധികൾക്കപ്പുറം അത്ഭുതകരമായൊരു ലോകമുണ്ടെന്നതും ദയവായി ഓർക്കണം. എൻ്റെ ഭൂതകാലത്തിലെ ആദ്യത്തേതും വ്യക്തവുമായ ഓർമ്മകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ളവയാണ്. യാദവ വീരനും ദിവ്യാവതാര പുരുഷനുമായ ശ്രീകൃഷ്ണന്റെ കാലത്തേക്കെത്തുന്ന ഓർമ്മകൾ. എൻ്റെ പിതാവായ ഋഷി വിഷ്ണുപാദനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏകമകൾ ഇന്ദുമതിയായ ഞാൻ ഇന്ദ്രപ്രസ്ഥ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്താണ് വസിച്ചിരുന്നത്. യമുനാ തീരത്ത് സുന്ദരമായ പുഷ്പങ്ങൾ പൂത്തുലഞ്ഞ വൃക്ഷങ്ങളും സസ്യലതാദികളും നിറഞ്ഞ വനത്തിനുള്ളിൽ മൺചുമരുകളോടുകൂടിയ ഓലമേഞ്ഞ ഒരു കുടിലിയായിരുന്നു ഞങ്ങളുടെ ജീവിതം. മാൻകളും മയിലുകളും സ്വൈരവിഹാരം നടത്തിയിരുന്ന ശാന്തമായ ഒരിടം. എൻ്റെ അമ്മ രേണുക പ്രസവാനന്തരമായി മരിച്ചുപോയതിനാൽ സമീപത്തുള്ള ആശ്രമങ്ങളിലെ ഋഷിപത്നിമാരുടെ സഹായത്തോടെ അച്ഛനാണെന്നെ വളർത്തിയത്. ഏക സന്താനമായിരുന്നതിനാൽ അച്ഛനെന്നെ അതിയായ സ്നേഹത്തോടെയും ലാളിത്യത്തോടെയും വളർത്തി. ആൺകുട്ടികളെപ്പോലെ തന്നെയായിരുന്നു എൻ്റെ വളർത്തൽ. വേദങ്ങൾ പഠിപ്പിക്കാനും ഗായത്രി മന്ത്രം ജപിക്കാനും യാജ്ഞവൽക്യ സൂത്രങ്ങൾ പ്രകാരമുള്ള അഭ്യാസയോഗം പരിശീലിപ്പിക്കാനും അച്ഛൻ പ്രത്യേക താൽപ്പര്യം കാണിച്ചിരുന്നു. ദ്രോണാചാര്യരുടെ കുലത്തിൽ ജനിച്ചവനായതിനാൽ ബ്രാഹ്മണനായിരുന്നിട്ടും അദ്ദേഹം ധനുർവിദ്യയിലും കുതിരസവാരിയിലും നിപുണനായിരുന്നു. ഋഷിയായി വനത്തിലേക്ക് കുടിയേറുന്നതിനു മുൻപ് അദ്ദേഹം അഭ്യസിച്ചിരുന്ന ഈ വിദ്യകൾ എന്നെയും പഠിപ്പിച്ചു. ഞാൻ കാട്ടുകുതിരകളുടെ പുറത്ത് കയറിപ്പിടിച്ച് സവാരി പരിശീലിക്കുകയും ചെയ്തിരുന്നു. ഋഷിമാരും അവരുടെ കുടുംബങ്ങളും അധിവസിച്ചിരുന്ന ശൃംഗവനത്തിൽ ഞങ്ങൾ തികച്ചും സമാധാനപരവും സന്തോഷകരവുമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഋഷിപുത്രിയായതിനാൽ നിഷ്കളങ്കതയും അച്ചടക്കവും നിറഞ്ഞ ജീവിതരീതിയായിരുന്നു ഞാൻ പിന്തുടർന്നത്. 16-ാം വയസ്സാകുമ്പോഴേക്കും വേദങ്ങൾ, ജ്യോതിശാസ്ത്രം, അനുബന്ധ വിഷയങ്ങൾ ഉൾപ്പെടുന്ന വേദാംഗങ്ങൾ എന്നിവയിൽ ഞാൻ നല്ല വൈദഗ്ധ്യം നേടി. എൻ്റെ 16-ാം പിറന്നാൾ ദിവസം പ്രായം ചെന്ന ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അച്ഛൻ എൻ്റെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന ആ വാക്കുകൾ എന്നോട് പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ കുഞ്ഞേ, മഹാദേവനായ സാക്ഷാൽ മഹാവിഷ്ണു യദുകുലത്തിൽ കാർവർണ്ണനായ ഒരു ബാലകനായി സ്വയം അവതരിച്ചിട്ടുണ്ട്. വൃന്ദാവനത്തിനടുത്തുള്ള ഗോകുലം എന്ന ചെറിയ പട്ടണത്തിലാണ് അവൻ്റെ ജനനം. ഇപ്പോൾ അവൻ ഗോപന്മാരോടും ഗോപികമാരോടും കൂടി കുസൃതി കാട്ടി നടക്കുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന കാലത്ത് പല മഹാസംഭവങ്ങൾക്കും അവൻ നിദാനമായി തീരും. പാണ്ഡവരും കൗരവരും തമ്മിൽ കുരുക്ഷേത്രത്തിൽ മഹായുദ്ധം നടക്കും. കൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ദിവ്യപുരുഷൻ പാണ്ഡവ സഹോദരന്മാരിൽ ഒരാളായ അർജുനന്റെ തേരാളിയായി യുദ്ധക്കളത്തിലെത്തും.
അവിടെ വെച്ച് ഉപനിഷത്തുകളുടെ സാരം ലളിതമായ പാഠങ്ങളായി അർജുനനെ പഠിപ്പിക്കും. അങ്ങനെ അത് ലോകത്തിനാകെ ലഭിക്കും. അച്ഛൻ തുടർന്നു. ഭഗവാൻ കൃഷ്ണൻ തന്റെ ദേഹത്തെ ഉപേക്ഷിച്ചു പോയതോടെ കലിയുഗം ആരംഭിക്കും. കലിയുഗത്തിൽ മനുഷ്യർ അല്പായുസ്സുള്ളവരാകും. അപൂർവമായ ചില സാഹചര്യങ്ങളൊഴികെ പ്രകൃതിയുടെ നിഗൂഢതകൾ ഗ്രഹിക്കാൻ കഴിയാത്തവരും വേദങ്ങൾ മനസ്സിലാക്കാൻ അശക്തരുമായി മാറും. എന്റെ ജീവിതം അവസാനിക്കാറായെന്നൊരു തോന്നൽ എനിക്കുണ്ടാകുന്നു. അതിനു മുൻപ് എനിക്ക് നിന്നോടൊപ്പം വൃന്ദാവനത്തിലേക്ക് ഒരിക്കൽ പോകണം. ചിലപ്പോൾ എനിക്കവിടെ എത്താൻ കഴിയാതിരിക്കും. പക്ഷേ നിനക്ക് കഴിയും. അവിടെ നീ കൃഷ്ണനെ കാണും. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹത്തിനു മാത്രമേ അറിയൂ. എനിക്കറിയില്ല. 2 ദിവസത്തിനകം നമുക്ക് യാത്ര തിരിക്കണം. തയ്യാറാകൂ. ഇതിനെക്കുറിച്ചിവിടെ ആരോടും ഒന്നും പറയരുത്. രഹസ്യമായിരിക്കട്ടെ. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു പുലർകാലത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു. ദിവസങ്ങളോളം ആ യാത്ര തുടർന്നു. വഴിമധ്യേ ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഋഷിവാടികളിലോ ഗൃഹസ്ഥരുടെ ഭവനങ്ങളിലോ തങ്ങും. അവിടങ്ങളിൽ നിന്ന് അന്നം സ്വീകരിക്കും. മറ്റു ചില സമയങ്ങളിൽ തുറസായ പ്രദേശങ്ങളിൽ മരങ്ങളുടെ തണലിൽ കിടന്നുറങ്ങുകയും ഫലമൂലാദികൾ ഭക്ഷണമാക്കുകയും ചെയ്തു. ശക്തമായ മഴയും തണുത്തുറഞ്ഞ കാറ്റും 2 തവണ ഞങ്ങളെ പരീക്ഷിച്ചു. വൃന്ദാവനത്തിലെത്തുവാൻ 3 ദിവസം മാത്രം ശേഷിക്കെ അച്ഛന് തീരെ സുഖമില്ലാതായി. അന്ന് അദ്ദേഹം എന്നോട് ശാന്തമായി പറഞ്ഞു, ഇന്ദു, നാരായണന്റെ തിരുസ്വരൂപം കാണുവാനുള്ള സൗഭാഗ്യം ഈ ജന്മത്തിൽ എനിക്കുണ്ടാവില്ലെന്ന് തോന്നുന്നു. എന്നാൽ നീ അദ്ദേഹത്തെ കാണും. ഞാൻ അതിയായി ക്ഷീണിതനാണ്. ഈ അസുഖത്തിൽ നിന്ന് ഞാൻ മുക്തനാകുമെന്ന് തോന്നുന്നില്ല. എന്നെ യമുനാ തീരത്തേക്ക് കൊണ്ടുപോകൂ. നദി എന്റെ ദേഹം ഏറ്റെടുത്ത് അവർക്കിഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകട്ടെ. നീ വൃന്ദാവനത്തിലേക്ക് യാത്ര തുടരുക. അവിടെ എത്തി ഗുണശില എന്ന ഗോപാലകനെ കാണണം. അവൻ എന്റെ ശിഷ്യനാണ്. അവനും അവന്റെ ഭാര്യയും ചേർന്ന് നിന്നെ സംരക്ഷിക്കും. പോകാനുള്ള സമയമെത്തിയിരിക്കുന്നു. എന്നെ നദീതീരത്തേക്ക് കൊണ്ടുപോകൂ. അതീവ പ്രയാസത്തോടെ ഞാൻ അച്ഛനെ യമുനാ തീരത്തേക്കെത്തിച്ചു. അദ്ദേഹം നദിയിലെ വെള്ളത്തിലേക്ക് പതുക്കെ ഇറങ്ങി ഖേജരി ക്രിയയിലൂടെ ശ്വസനം നിർത്തി പുരികങ്ങൾക്കിടയിലെ കേന്ദ്രത്തിൽ ദൃഷ്ടി കേന്ദ്രീകരിച്ച് പ്രണവമന്ത്രം ജപിച്ച് ആത്മാവിനെ പരിത്യജിച്ചു. അച്ഛന്റെ ശരീരം യമുനയുടെ ഒഴുക്കിൽ അകലെയായി. ആ നിമിഷം എനിക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. എന്റെ ലോകം മുഴുവൻ അച്ഛനായിരുന്നു. എന്നാൽ ഒരു ഋഷിപുത്രിയായതിനാൽ ദുഃഖത്തിൽ കുടുങ്ങി നിൽക്കാതെ ഞാൻ വൃന്ദാവനത്തിലേക്ക് യാത്ര തുടരാൻ തീരുമാനിച്ചു. ഗുണശിലയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ ചന്ദ്രികയുടെയും ഭവനം ഞാൻ കണ്ടെത്തി. അച്ഛന്റെ ദേഹവിയോഗമറിഞ്ഞപ്പോൾ അവരിരുവരും ദുഃഖിച്ചു, കരഞ്ഞു. മക്കളില്ലാത്തതിനാൽ അവരെന്നെ സ്വന്തം മകളായി ദത്തെടുത്തു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു സായങ്കാലത്ത് ഞാൻ ചന്ദ്രികയോട് ചോദിച്ചു, എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെ എവിടെയോ കാർവർണ്ണനായി യുവകോമളനായി കൃഷ്ണൻ എന്ന പേരിൽ ദിവ്യപുരുഷൻ അവതരിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ? ചന്ദ്രിക ചുണ്ടിൽ വിരൽ വെച്ച് ലജ്ജയും നിർവൃതിയും നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞു, ഷ് ഷ്, ഗുണശിലയ്ക്ക് അറിയില്ല. ഞാൻ അദ്ദേഹവുമായി പ്രണയത്തിലാണ്. അവളുടെ മുഖത്ത് അത്ഭുതകരമായൊരു പ്രകാശം പരന്നു. പിന്നെ ഞാൻ തുടർന്നു, വെറുതെയല്ല നിങ്ങൾ ഗോപികമാർ ഇങ്ങനെ അലങ്കാരത്തോടെ നടക്കുന്നത്, മുല്ലപ്പൂക്കളാൽ ചമഞ്ഞ്. എന്തോ മായാവിദ്യ കൊണ്ടാകാം, കൃഷ്ണജാലം കൊണ്ടാകാം നിങ്ങളുടെ മനസ്സുകളെ അദ്ദേഹം നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നത്. ഞാൻ കരുതിയത് ഞാൻ കാണാൻ പോകുന്നത് സാക്ഷാൽ ഈശ്വരനെയാണെന്ന്. അച്ഛന് തെറ്റുപറ്റിയോ? അപ്പോൾ ചന്ദ്രിക പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കുഞ്ഞേ, പൗർണമി രാത്രിയിൽ അദ്ദേഹത്തിന്റെ മധുരമായ വേണുനാദം കേൾക്കുന്നതുവരെ നീ കാത്തിരിക്കൂ മകളെ. നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പതിവു ധ്യാനത്തിലേക്ക് പോയി. അവൾ തുടർന്നു പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. എന്റെ ഭർത്താവ് അദ്ദേഹത്തെ പരമോന്നതനായ നാരായണനായി കരുതുന്നു. പക്ഷെ ഞങ്ങൾ ഗോപികമാർക്ക് അങ്ങനെ തോന്നുന്നില്ല. എല്ലാവരെയും വശീകരിക്കുന്നവനാണവൻ. വെണ്ണ കട്ടുതിന്നുന്നവൻ, നദിയിൽ കുളിക്കുമ്പോൾ ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഒളിപ്പിക്കുന്ന കള്ളൻ. എനിക്ക് തോന്നുന്നത് അവൻ കാമദേവന്റെ അവതാരമാണ്. നോക്കൂ, എനിക്കുണ്ടായ രോമാഞ്ചം.
അത് കേട്ടപ്പോൾ ഞാൻ അല്പം കടുപ്പത്തോടെ പറഞ്ഞു, നീ പറയുന്നത് മറ്റാരെയെങ്കിലും കുറിച്ചാകാം. ആകൃതിയും വർണ്ണനകളും ഒത്തുപോകുന്നുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞ ദിവ്യപുരുഷൻ ഇതാകില്ല. അദ്ദേഹം ഒരിക്കലും വിവാഹിതരായ നിഷ്കളങ്കയായ സ്ത്രീകളെ ഇങ്ങനെ പ്രലോഭിപ്പിക്കില്ല. ഞാനൊരു ഋഷിപുത്രിയാണ്. അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ ചില സന്മാർഗ തത്വങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കും. കൃഷ്ണനാണെങ്കിലും കൃഷ്ണനല്ലെങ്കിലും ഇത്തരമൊരു പെരുമാറ്റം ശരിയല്ല. ഈ സംഭാഷണം കഴിഞ്ഞ് അനവധി ദിവസങ്ങൾ ഞാൻ വീടിനകത്ത് തന്നെ കഴിഞ്ഞു. വീട്ടുകാര്യങ്ങളിൽ ചന്ദ്രികയെ സഹായിച്ചുകൊണ്ടും കൂടെ കൊണ്ടുവന്നിരുന്ന പുരാതന ഗ്രന്ഥങ്ങൾ വായിച്ചും സമയം ചിലവഴിച്ചു. തൈരുകടഞ്ഞ് വെണ്ണയെടുക്കുവാനും ഗോക്കളെ കറക്കുവാനും പാചകം ചെയ്യുവാനും ഞാൻ പഠിച്ചു. ഒരു ദിവസം രാത്രി ഏറെ വൈകിയപ്പോൾ മേൽപ്പുരയില്ലാത്ത അകത്തളത്തിൽ ഞാൻ ഏകയായിരുന്നു. പതിവ് പോലെ ഗോപികമാർ വർണ്ണിച്ചിരുന്ന കൃഷ്ണഗാഥകളെക്കുറിച്ച് പരിചിന്തനം ചെയ്യുകയായിരുന്നു. ഞാൻ ആകാശത്തേക്ക് നോക്കി. രജതരേഖകളുള്ള വിമലമേഘങ്ങളുടെ ലേലമേലാപ്പിന് പിന്നിൽ പൂർണ്ണചന്ദ്രന്റെ പ്രഭ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അതു കേട്ടു. ദൂരത്തുനിന്ന് കേട്ടുവന്ന ആ നാദം എൻ്റെ അരികിലേക്ക് അടുക്കുകയായിരുന്നു. ആരോ മധുരമായി ഓടക്കുഴൽ വായിക്കുന്നു. അത്രയ്ക്കും മനോഹരമായിരുന്നു ആ സംഗീതം. ഞാൻ എഴുന്നേറ്റു. പാമ്പാട്ടിയുടെ മുന്നിലേക്ക് നാഗങ്ങൾ വശീകരണ ശക്തിയാൽ എത്തുന്നതുപോലെ ഞാൻ അവിടേക്ക് നീങ്ങുകയായിരുന്നു. വേണുഗായകനെ കാണുവാനും അവൻ്റെ സാന്നിധ്യത്തിലേക്ക് എത്തുവാനുമുള്ള ആഗ്രഹം എൻ്റെ ഹൃദയം കീഴടക്കി. നിർവൃതിയിൽ സ്വയം മറന്ന ഞാൻ രോമാഞ്ച പുളകിതയായി. അപ്പോൾ ഗുണയുടെ കിടപ്പുമുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ ആ ധ്യാനാവസ്ഥയിൽ നിന്നുണർന്നു. ചന്ദ്രിക ഉണർന്ന് മല്ലികപ്പൂക്കളാൽ കേശഭാരം അലങ്കരിച്ച് കണ്ണുകളിൽ കരിമഷി എഴുതി ഒരുങ്ങിയിരുന്നു. വീടിൻ്റെ വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് ഓടിയപ്പോൾ അവളുടെ വെള്ളിക്കാൽച്ചിലമ്പുകൾ കിലുകിലെയെന്ന് മുഴങ്ങുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു സ്വപ്നാടകയുടെ സ്നിഗ്ധഭാവം നിറഞ്ഞു നിന്നു. അതിനാൽ അവളുടെ മുന്നിൽ തന്നെ നിന്ന എന്നെ അവൾ കണ്ടതേയില്ല. കൃഷ്ണ എന്ന് സ്വയം മന്ത്രിച്ചുകൊണ്ട് അവൾ പുറത്തേക്കു പോയി. അവളെ പിന്തുടരുവാനുള്ള പ്രലോഭനം ഞാൻ സ്വയം അടക്കി. ആത്യന്തികമായി ഞാനൊരു ഋഷിപുത്രിയാണ്. ആത്മനിയന്ത്രണം എന്റെ സഹജശീലമാണ്. ഞാൻ ഗുണയുടെ കിടപ്പുമുറിയിലേക്ക് നോക്കി. അവിടെ മയക്കുമരുന്ന് കഴിച്ചവനെപ്പോലെ ഗുണ ഗാഠനിദ്രയിലായിരുന്നു. എന്റെ ഹൃദയപത്മത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ ധ്യാനനിരതയായി. അത്ഭുതങ്ങളിലെ മഹാത്ഭുതം പോലെ ആ സംഗീതം എന്റെ ഹൃദയത്തിനുള്ളിൽ നിന്നുയർന്നു. എന്റെ ബോധതലത്തിന്റെ ആന്തരഗഹനത്തിൽ ഒരു ചെറുനീല കാർവർണ്ണ രൂപം നൃത്തം ചെയ്തുകൊണ്ടിരുന്നു. കുറേ സമയം ഞാനത് ആസ്വദിച്ചു. ഒടുവിൽ എപ്പോഴോ ഉറങ്ങിപ്പോയി. ദിവസങ്ങൾ കടന്നുപോകുന്തോറും ആ പ്രലോഭനത്തെ ചെറുത്തുതോൽപ്പിക്കുവാനുള്ള ശ്രമം ഞാൻ തുടർന്നു. ഒരു ദിവസം സന്ധ്യാസമയത്ത് വെള്ളമെടുക്കുവാനായി ഞാൻ നദീതീരത്തേക്ക് പോയി. കുടത്തിൽ വെള്ളം നിറയ്ക്കുന്നതിനിടെ ആരോ എന്റെ പിന്നിൽ നിൽക്കുന്നതായി തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ അവനെ കണ്ടു. കറുത്ത നിറമുള്ള അതീവ സുന്ദരനായ ഒരു യുവാവ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പുഞ്ചിരിയായിരുന്നു അവൻ്റേത്. എന്റെ വലതു ചുമലിൽ സ്നേഹത്തോടെ കൈവച്ചുകൊണ്ടവൻ പറഞ്ഞു, "ഇന്ന് പൗർണമി രാത്രിയാണ്, നീ വരൂ." ഇത്രയും പറഞ്ഞ് അവൻ നടന്നകന്നു. തിരികെ വീട്ടിലെത്തിയ ഞാൻ നടന്നതെല്ലാം ചന്ദ്രികയോട് പറഞ്ഞു. ചന്ദ്രികയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, "എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. വരൂ, അണിഞ്ഞൊരുങ്ങൂ, നമുക്ക് പോകാം." അവൾ എൻ്റെ കണ്ണുകളിൽ കൺമഷി എഴുതി, ചുണ്ടുകളിൽ ചായം തേച്ചു, ആഭരണങ്ങൾ അണിയിച്ചു, തലയിൽ മുല്ലപ്പൂ ചൂടിച്ചു, ദേഹമാസകലം ചന്ദനം പൂശി. ചന്ദ്രൻ ആകാശത്തുദിച്ചപ്പോൾ അവൾ എന്നെയും കൂട്ടി വാടികയിലേക്ക് പോയി. വേണുനാദം കാറ്റിൽ നിറഞ്ഞു നിന്നു. അതിൻ്റെ ഉറവിടമന്വേഷിച്ചുകൊണ്ട് ഞാൻ ഉദ്യാനത്തിൻ്റെ നടുവിലെത്തി. ചന്ദ്രിക എവിടെയോ ആകുന്നു. ഞാൻ ഒറ്റയ്ക്കായി. പൂർണ്ണചന്ദ്രൻ മാത്രം സകലത്തിനും സാക്ഷിയായി. ഒരു അശോകമരത്തിൻ്റെ പിന്നിൽ നിന്ന് അവൻ പെട്ടെന്ന് പ്രത്യക്ഷനായി. മഞ്ഞ പട്ടുടയണിഞ്ഞ് മുടിയിൽ മയിൽപ്പീലി കണ്ണും ചൂടി അതിതേജസ്വിയായി. താഴ്ന്ന ശബ്ദത്തിൽ അവൻ വിളിച്ചു, "ഇന്ദു, നീ എൻ്റെ അടുത്തേക്ക് വരൂ. നിന്റെ ആത്മാവിനുള്ളിൽ കുടിയിരിക്കുന്നവൻ ഞാനാണ്." വിശ്രുതയും നിഷ്കളങ്കയുമായ ഒരു മുനിപുത്രിയാണെന്ന ചിന്ത എന്നെ വിട്ടുപോയി.
ആ ദിവ്യസുഗന്ധം, ആ കോമളത, ആ പ്രണയം, ആ സുരക്ഷിതത്വം, അതിൻ്റെ നിർവൃതി വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയില്ല. ഞാൻ എന്നെ അവനിൽ പൂർണ്ണമായി ലയിപ്പിച്ചു. ഋഷിപുത്രി, അവൻ എന്നെ അല്പം പരിഹാസഭാവത്തോടെ വിളിച്ചു. ഇപ്പോൾ നീ ഒരു ഗോപികയാണ്. വരൂ, നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. മയക്കം വിട്ടുണരൂ. ഉയരമുള്ള മരങ്ങളുടെ കീഴിലെ ഒരു പാറക്കെട്ടിനരികിലേക്ക് അവൻ എന്നെ നയിച്ചു. ഇരിക്കൂ എന്നു പറഞ്ഞവൻ എൻ്റെ അടുത്തിരുന്നു. അനവധി ജന്മങ്ങളിലെ കഠിനനിഷ്ഠയുടെ പരമാവധി കടന്നാണ് നീ ഒടുവിൽ എൻ്റെ അരികിലെത്തിയിരിക്കുന്നത്. എൻ്റെ ഗാഠാലിംഗനത്തിൻ്റെ സ്വാസ്ഥ്യം നീ അനുഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനിയും പൂർത്തിയാക്കാനുള്ളത് ഏറെയുണ്ട്. നിന്റെ ഉള്ളിൽ അനേകം അപൂർണ ആഗ്രഹങ്ങൾ ശേഷിക്കുന്നു. മധുരയിലേക്ക് പോകൂ. ഋഷി ധ്യാനശീലന്റെ ആശ്രമത്തിൽ ചെല്ലൂ. അവിടെ കുറേ വർഷങ്ങൾ കഠിനവ്രതത്തോടെ കഴിയൂ. മഹാകുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുമ്പോൾ പാണ്ഡവപക്ഷത്തു നിന്ന് ഒരു പടയാളിയായി യുദ്ധം ചെയ്യൂ. ധനുർവിദ്യയിലും കുതിരസവാരിയിലുമുള്ള നൈപുണ്യങ്ങൾ നിന്നെ സഹായിക്കും. യുദ്ധത്തിൽ നീ മരിക്കും. നിന്റെ ആത്മാവ് ദേഹം വിട്ടൊഴിയുമ്പോൾ ഞാൻ വീണ്ടും നിനക്കു മുന്നിൽ പ്രത്യക്ഷനാകും. ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം മരുഭൂമി പ്രദേശത്തെ ഒരു രാജ്യത്ത് എൻ്റെ വംശപരമ്പരയിൽ രണവീരനായൊരു രാജാവായി നീ ജനിക്കും. എൻ്റെ തന്നെ പ്രതിരൂപമായ ഒരു മഹാസിദ്ധനെ ഞാൻ നിന്റെ അരികിലേക്ക് അയക്കും. അദ്ദേഹം നിന്റെ ഗുരുവായിരിക്കും. നിന്നെ ആത്മീയ ഉന്നതിയിലേക്ക് നയിക്കും. എൻ്റെ പ്രിയപ്പെട്ടവളെ, നീ പോകൂ. ഞാൻ നിന്നെ ഹൃദയത്തോട് ചേർത്ത് അനുഗ്രഹിക്കുന്നു. അത് നീ ഒരിക്കലും മറക്കരുത്. ഇത്രയും പറഞ്ഞ് അദ്ദേഹം അപ്രത്യക്ഷനായി. തൊട്ടടുത്ത ദിവസം ഗുണയ്ക്കും ചന്ദ്രികയ്ക്കും യാത്രാബന്ധനം പറഞ്ഞ് ഞാൻ മധുരയിലേക്ക് പുറപ്പെട്ടു. ഋഷി ധ്യാനശീലൻ എന്നെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് സാദരം സ്വാഗതം ചെയ്തു. ആ ആശ്രമത്തിൽ ഞാൻ ശക്തിചാലന ക്രിയയുടെ ശാസ്ത്രവും പ്രാണശക്തിയെ ഉത്തേജിപ്പിക്കുന്ന വിദ്യകളും അഭ്യസിച്ചു. കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചപ്പോൾ പുരുഷനായി വേഷം മാറി ഞാൻ പാണ്ഡവരുടെ സൈന്യത്തിൽ ചേർന്നു. എന്റെ അച്ഛൻ ബാല്യത്തിൽ തന്നെ എന്നെ പരിശീലിപ്പിച്ചിരുന്ന ധനുർവിദ്യയുടെ ബലത്തിൽ ശക്തരായ അനവധി കൗരവ യോദ്ധാക്കളെ എനിക്ക് അമ്പെയ്ത് വീഴ്ത്തുവാൻ സാധിച്ചു. ഒടുവിൽ അശ്വത്ഥാമാവിന്റെ അസ്ത്രം എന്നെ വീഴ്ത്തി. മുറിവേറ്റ് നിലംപതിച്ചിരിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്റെ സമീപത്തേക്ക് വന്നു. തന്റെ ഇടങ്കൈ കൊണ്ട് എന്റെ വലതുകരം പിടിച്ചു. വലതുകൈ എന്റെ നെറ്റിയിൽ വെച്ച് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ സ്നേഹപൂർണവും കരുണാർദ്രവുമായ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ ഞാൻ എൻ്റെ പ്രാണൻ വെടിഞ്ഞു. ഭൂമുഖത്ത് ഞാൻ ജീവിച്ച ആയിരക്കണക്കിന് വർഷങ്ങളിലുടനീളം വിവിധ ജന്മങ്ങളിലും വിവിധ നിലകളിലും സമ്പാദിച്ച സൽക്കർമ്മങ്ങളുടെ ഗുണഫലങ്ങളെല്ലാം ഒരേ സമയം അനുഭവിച്ചുകൊണ്ട് ചലിക്കുന്ന മണൽക്കുന്നുകളും ഭയാനകമായ കൊടുങ്കാറ്റുകളും നിറഞ്ഞ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശത്ത് ഒരു യാദവ മുഖ്യനായി ഞാൻ വീണ്ടും ജനിച്ചു. അന്നാ പ്രദേശത്തിന് പ്രത്യേകമായൊരു പേരുണ്ടായിരുന്നില്ല. ഇന്നതാണ് ജയ്സാൽമീർ എന്നറിയപ്പെടുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ സൂചിപ്പിച്ച ആ മഹാസിദ്ധനുമായുള്ള എൻ്റെ ആദ്യ സമാഗമത്തിൻ്റെ അത്യന്തം സുപ്രധാനമായ കഥ അവിടെയാണ് അരങ്ങേറിയത്. അദ്ദേഹം തന്നെയായിരുന്നു എൻ്റെ ഗുരു ശ്രീ മഹേശ്വർനാഥ് ബാബാജി. പ്രിയ പുണ്യാത്മാക്കളെ, വിലപ്പെട്ട സമയം ചെലവഴിച്ച് വീഡിയോ കണ്ടതിൽ നന്ദി. അടുത്ത ഭാഗങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.